ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. സോ 100 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് സസിയുടെ കോച്ചായ ചെർണിഷേവ് മത്സരത്തിന് ശേഷം, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായിട്ടുള്ള മുഹമ്മദ് മത്സരശേഷം പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഐ ലീഗിൻ്റെ ലെവൽ എന്താണെന്നും ISLൻ്റെ ലെവൽ എന്താണെന്നും ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ISLൻ്റെ ലെവൽ എന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാണിച്ച് തന്നു എന്നാണ് ചെർണിഷേവ് പറയുന്നത്. അത് സത്യം തന്നെയാണ്. കാരണം ഐ ലീഗിൽ നിന്ന് വന്നൊരു ക്ലബ്ബും അതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബും ഏറ്റുമുട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു മാച്ച് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും മുഹമ്മദ് ഇല്ലാതാക്കി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് അവർ ഫെറാറിയാണ് ഓടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ടാറ്റയായിരുന്നു ഓടിച്ചത് എന്നുള്ള രീതിയിലും പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. സോ എന്തായാലും അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെ ഒരു ടീം തന്നെയാണ് മുഹമ്മദ്. പ്രത്യേകിച്ച് അവരുടെ കസിമോവ് എന്ന് പറയുന്നതും ഗോമസ് എന്ന് പറയുന്നതും ഫ്രാങ്ക എന്നൊക്കെ പറയുന്നതും ക്വാളിറ്റി പ്ലേയേഴ്സാണ്. സോ അവരുടെയൊക്കെ കോർഡിനേഷൻ ഒന്നുകൂടെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്സാണ്ടർ കോയ്ഫുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഈ ഒരു സീസൺ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് അത്ര ഒരു ഡീസൻറ്റ് സ്റ്റാർട്ടായിട്ടാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ബട്ട് അതിൻ്റെ ഇൻ ഗെയിമിലെ പെർഫോമൻസ് കാണുമ്പോൾ അത്ര മികച്ചതായിട്ട് തോന്നുന്നില്ല. ഒരു മിഡ്ഫീൽഡറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം പാസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ പാസിംഗ് ആക്യുറസി എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് എന്താ പറയുക 76%. അതായത് വിവിൻ മോഹനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അതായത് 85% വിവിൻ മോഹൻ്റെ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത്. ബട്ട് കുറച്ച് പുറകിലേക്കാണ് അദ്ദേഹത്തിന് പാസിംഗ് ആക്യുറസി ഇരിക്കുന്നത്. എന്തായാലും റിക്കവറീസ് ഏതാണ്ട് 18 ഉണ്ട്. അതുപോലെ തന്നെ ഗോൾസൊന്നുമില്ല, അസിസ്റ്റൊന്നുമില്ല, ക്ലിയറൻസ് 3, ടച്ചസ് 201, സക്സസ്ഫുൾ പാസസ് 121, ചാൻസ് ക്രിയേറ്റഡ് 1, ഫൗൾസ് 2, യെല്ലോ കാർഡ് 1. സോ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് സ്റ്റാറ്റ് ഉണ്ട് എന്ന് തന്നെ പറയണം. സോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പാസിംഗ് ആക്യുറസിയുടെ കാര്യത്തിൽ മാക്സിമം ഒരു 80 എബോവ് വരാൻ അദ്ദേഹം ശ്രമിക്കണം. 76 എന്നുള്ളതും ഡീസൻറ്റ് സ്റ്റാർട്ട് തന്നെയാണ്, വളരെ മികച്ച സ്റ്റാർട്ട് തന്നെയാണ്. ബട്ട് അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. അതിൻ്റെ ലോഫ്റ്റഡ് പാസ് ആണെങ്കിലും ലോങ് പാസ് ആണെങ്കിലും ഷോർട്ട് പാസ് ആണെങ്കിലും ഷോർട്ട് പാസ്സൊക്കെ അദ്ദേഹം മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ലോങ് പാസ്, എയറിലുള്ള ലോങ് പാസ്സൊക്കെ കുറച്ച് വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീഷ്യസ് ജൂനിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. റയൽ മാഡ്രിഡിൻ്റെയും അത് ബ്രസീലിൻ്റെയും അതുപോലെ ബാലൻ ഡിയോർ വരെ അടിക്കാൻ സാധ്യതയുള്ള സൂപ്പർ താരമാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. എന്തായാലും അത് ഇതിന് പരിക്ക് പറ്റിയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം. റയൽ മാഡ്രിഡിൻ്റെ അതോറിറ്റീസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്ക് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിന് റയൽ മാഡ്രിഡിൻ്റെ വരാൻ പോകുന്ന 1-2 മത്സരങ്ങൾ മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രേക്കിൻ്റെ സമയത്ത്, അതായത് ഫിഫ ബ്രേക്കാണ്, സോ നാഷണൽ ടീമിൻ്റെ മാച്ചസ് ഉണ്ടാകും. സോ ആ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതൊരു വലിയ മിസ് തന്നെ ആയിരിക്കും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയണം.